ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളെ ഷിഹാബ് ചോറ്റൂർ. രാമക്ഷേത്ര അതിൻ്റെ ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ട്, ഉദ്ഘാടനം പറഞ്ഞാൽ രാമക്ഷേത്ര, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് നരേന്ദ്രമോദിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ചങ്ങായി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റൊക്കെ മുക്കി. അപ്പോൾ അവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണല്ലോ. നമ്മളെ കേരളത്തിൽ കുറേ ആൾക്കാരെ പറ്റിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയിൽ അവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ വേണമെങ്കിൽ എടുത്താൽ മതി. ഞാനിപ്പം ഔലിയൊന്നുമല്ല. എൻ്റെ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ ഗൗരവത്തിൽ എടുക്കണം എന്നില്ല. ആണെങ്കിൽ എടുത്താൽ മതി, എനിക്ക് വലിയ നിർബന്ധമല്ല. അപ്പോൾ കേരളത്തിൽ നിന്നും 21-ാം നൂറ്റാണ്ടിൽ ഹജ്ജിന് നടന്നുപോയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഷിഹാബ് ചോറ്റൂർ വൈറലായി. ഈ നടന്നു പോകുന്നതിന് മുമ്പ് ന്യൂസ് ചാനലുകളും കാര്യങ്ങളും, അതൊരു സോഷ്യൽ മീഡിയ യൂട്യൂബ് പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷിഹാബ് ചോറ്റൂർ. ഈ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അത്ര വൈറലല്ലായിരുന്നു. ഹജ്ജിന് പോയ ശേഷം എത്ര ബില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഷിഹാബ് ചോറ്റൂരിന് വളർച്ച കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഷിഹാബ് ചോറ്റൂർ പ്രതീക്ഷിച്ചതിനും കൂടുതലായിട്ട് ആളുകൾ സപ്പോർട്ട് ചെയ്യാനും, ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഷിഹാബ് ചോറ്റൂരിന് വയ്യൊരുക്കാനും ഷിഹാബ് ചോറ്റൂരിൻ്റെ കൈ പിടിച്ച് മുത്താനൊക്കെ ആൾക്കാർ കൂടി. അപ്പോൾ ഷിഹാബ് ചോറ്റൂരിന് തന്നെ മനസ്സിലായി, ഞാൻ അറിയാതെ ഔലിയായിപ്പോയി. ഷിഹാബ് ചോറ്റൂർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പഠിച്ചവനെ എന്നെ സപ്പോർട്ട് ചെയ്യ എത്ര ആൾക്കാരോ, ഞാൻ അറിയാതെ ഞാൻ വൈറലായിപ്പോയെന്നോ, വളർന്നു കഴിഞ്ഞു എന്ന് ഷിഹാബ് ചോറ്റൂരിന് തന്നെ തോന്നി. അപ്പോൾ ആൾക്കാരെ പറ്റിച്ച കുറേ പൊട്ടന്മാർ ഉണ്ട് എന്ന് ഷിഹാബ് ചോറ്റൂരിന് മനസ്സിലായി. മതം വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു ആയുധമാണ് മതം. രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ആയുധമാണ് മതം. അതുകൊണ്ടാണല്ലോ അയോധ്യയിൽ രാമക്ഷേത്രം, ബാബരി മസ്ജിദ് പൊളിച്ച് കുറച്ചു കാലം ഈ ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർ കുറച്ചു കാലമൊക്കെ ചെറിയ സംഘർഷമൊക്കെ ഉണ്ടാവും. അതിൽ ഇപ്പോൾ അമ്പലങ്ങളൊന്നും പൊളിക്കാനും കാര്യങ്ങളൊന്നും വലിയ തുനിയില്ല. കാരണം എന്താ വെച്ചാൽ ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാരും, ഭൂരിപക്ഷമായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ അതിനെ എതിർക്കും എന്ന് മനസ്സിലായപ്പോഴേ അത് കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് അമർന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ മുമ്പ് അമ്പലേനു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വീണ്ടും ഒരമ്പലം പണിയുക എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള നേട്ടമാണ്. അല്ലാതെ നീതിമാനായിട്ടുള്ള രാമനൊന്നും അയോധ്യയിൽ ആ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിഞ്ഞ് അവിടെ ഒന്നും വന്നിരിക്കും, പ്രതിഷ്ഠയായി വന്നിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കുറേ രൂപങ്ങൾ ഒത്തിവെക്കുക എന്നില്ലാതെ. അപ്പോൾ പറയാനുള്ള കാരണം, ഷിഹാബ് ചോറ്റൂരൊക്കെ ഹജ്ജിന് പോയ സമയത്ത് നമ്മളെ അയൽവാസികളെ, ഞാൻ നാട്ടിലായിരുന്നു ആ സമയത്ത്, അപ്പോൾ അയൽവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചോദിക്കും, എന്താണ് ഈ ഷിഹാബ് ചോറ്റൂർ ഓടെത്തിപ്പം, എന്താ ഓനെ അവസ്ഥ, നടന്ന ഹജ്ജിന് പോയി എന്താ ഓന് നടന്നാണ്ടൊക്കെ എത്താൻ കഴിയുമോ ഷിഹാബ് ചോറ്റൂർ, കുറേ ആളുകളൊക്കെ അങ്ങനെ ചോദിക്കും. അപ്പം എനിക്ക് ഇങ്ങനെ ചെറിയ വരും, ഈ ഷിഹാബ് ചോറ്റൂരിനെ അവരൊക്കെ ഒരു ഔലിയായിട്ടാണ് കാണുന്നത്. നടന്നു പോവുകയാണെങ്കിൽ നടന്നു പോയിക്കോട്ടെ, പല കോലത്തിലും ഇപ്പോൾ പോവാം. ഇപ്പോൾ യാത്രക്ക് ഒരുപാട് സൗകര്യങ്ങളും ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി. ഈ സമയത്ത് നടന്നു പോകേണ്ട ഒരു ആവശ്യമില്ല. ഇസ്ലാമിൽ അങ്ങനെ കഷ്ടപ്പെട്ട് ഹജ്ജ് ചെയ്യേണ്ട ഇതൊന്നും കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. പൈസ കൊണ്ടും നമ്മളെ ആരോഗ്യം കൊണ്ടും, ഇപ്പോൾ നല്ല പൈസ 5 ലക്ഷം റുപ്യൊക്കെ വേണം ഏകദേശം ഹജ്ജ് ചെയ്യാം. അപ്പോൾ 5 ലക്ഷത്തിനും അതിൻ്റെ മേലേക്കാണ് ഹജ്ജ് ചെയ്യുക. അപ്പം ആരോഗ്യമായിട്ടും കഴിവുണ്ട്. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട്, നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പോൾ മക്കളൊക്കെ കെട്ടിക്കാണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ മാത്രം, പൈസ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഹജ്ജ് ചെയ്താൽ മതി. നിസ്കാരം പോലെ നിർബന്ധമാക്കിയമായിട്ടുള്ള നിസ്കാരം എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലല്ല ഹജ്ജ് കഴിവുള്ളവർ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ നൂറ ഹബീബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മജ്ലിസ് കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് സലാത്ത് മജ്ലിസ് കാര്യങ്ങളൊക്കെ ഇട്ട്, പച്ച ഷാളൊക്കെ ഇട്ട് അവിടെ പറയാം, ഇന്നെ വിമർശിച്ചാൽ നിങ്ങൾ അനുഭവിക്കും, നരകത്ത് കിടക്കും, നിങ്ങളെ സ്വർഗത്ത് കയറ്റില്ല, ഇയാളല്ല സ്വർഗത്തിൻ്റെ മലക്കായിട്ട് കാവലിക്കണേ, ഇയാളാണ് പറഞ്ഞേട്ടാ. അങ്ങനൊക്കെ ഒരുപാട് ആൾക്കാരെ പറ്റിക്കുക. അങ്ങോട്ട് ഇത് വിശ്വസിക്കാൻ ഞങ്ങളെ സ്വർഗത്ത് കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടാൻ ഒരുപാട് ആൾക്കാർ.
ഞാനിങ്ങനെ ആലോചിക്കും, മതം വിറ്റ് കഴിഞ്ഞാൽ എത്ര എളുപ്പം വിറ്റ് പോകുന്ന ഒരു സാധനമാണ് മതം. ഒരു പച്ചശാളും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പണ്ഡിതന്മാർ അവസാന കാലത്ത് വളർന്നു വരും, ആൾക്കാരെ പറ്റിക്കണം ഇങ്ങനത്തെ പണ്ഡിതന്മാർ. അപ്പോൾ നമ്മളെ വ്യക്തമായിട്ടുള്ള നിസ്കാരം കാര്യങ്ങളൊക്കെ നിലനിർത്തി പോവുക എന്നല്ലാതെ നമുക്ക് സംസ്ഥാന നേതാക്കന്മാരായിട്ടും ഇങ്ങനെ നേതാക്കന്മാരായിട്ടും നല്ല നേതാക്കന്മാർ ഒരുപാടുണ്ട്. നമ്മളെ പറ്റിക്കുന്ന, മതത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മളെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക എന്നല്ലാതെ വേറെ രക്ഷാ കാര്യങ്ങളൊന്നുമില്ല. അവരെ തെരഞ്ഞു പിടിച്ചാണ്ട് മതത്തിൽ നിന്ന് പുറത്താക്കാനൊന്നും ഏതായാലും കഴിയില്ല. ആർക്കും മതത്തിലെടുക്കാനും കഴിയില്ല, മതത്തിൽ നിന്ന് പുറത്താക്കാനും കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സന്തോഷമുണ്ട്. ഇവരെ ഈ ഷിഹാബ് ചോറ്റൂരിനെ കയറി കയറ്റിയുള്ള ആൾക്കാരെന്നെ അപ്പം ഷിഹാബ് ചോറ്റൂരിനെ താഴെ ഇറക്കിയിട്ടുണ്ട്. അതിൽ നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട മാത്രം ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളഞ്ഞ് വൈറലാക്കി നമ്മളെ ഔലിയാക്കരുത് നിങ്ങൾ എല്ലാവരും. പറയാൻ പറ്റൂല, ചിലപ്പോൾ നിങ്ങൾക്ക് ഔലിയാകാൻ തോന്നിയാലേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് താടിയൊക്കെ വെച്ചൊരു തുപ്പിയൊക്കെ വെച്ചാൽ ഔലിയായാലേ ആവും പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ വിഷയങ്ങളൊക്കെ ഗൗരവമായിട്ട് എടുക്കുക. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് മതം എന്നുള്ളത് കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒന്ന് മനസ്സിലാക്കുന്നത് നല്ല. കാരണം എന്താ വെച്ചാൽ എന്ത് പറഞ്ഞാലും ആണ് വിശ്വസിക്കുക. ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കൂല. പഴയ കാലഘട്ടമൊന്നുമല്ല ഇപ്പം. അപ്പോൾ എല്ലാവർക്കും വിവരവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോഴും നേരം വെളുക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാക്കുന്നതല്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.